ഞാൻ ഇന്നലെ രാത്രിയാണ് എത്തിയത്. സുബഹിയുടെ മുമ്പായി ഞാൻ കോളേജിലേക്ക് പുറപ്പെടുകയും ചെയ്തു. അയാൾ പറഞ്ഞു, ഉസ്താദ് ഇവനെ നന്നായി നോക്കണം, ഇവനെ ഹുദവിയാക്കണം, ഇവനെ ഉഷാറാക്കണം, എല്ലാം പറഞ്ഞ് അയാൾ സന്തോഷത്തോടുകൂടെ യാത്രയായി. എന്റെ മക്കൾക്കറിയാമല്ലോ, നിങ്ങളൊക്കെ ഇവിടെ വന്നാൽ വരുന്ന സമയത്ത് വലിയ ഇൻട്രസ്റ്റ് ആയിരിക്കും. 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ കരയാൻ തുടങ്ങും. എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് ഉമ്മയെ കാണണം, എനിക്ക് വാപ്പയെ കാണണം. വന്നവരൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ ഇവനും കരയുന്നുണ്ട്, എല്ലാവരും കരയുന്നുണ്ട്. 2 ദിവസം കഴിഞ്ഞപ്പോ ഉസ്താദിന്റെ ഫോണിലേക്ക് അവന്റെ വാപ്പ വിളിക്കുകയാണ്. ഉസ്താദെ, മോനെ ഒന്ന് കിട്ടുമോ? മോന്റെ കയ്യിൽ ഫോൺ കൊടുത്തു. അവൻ കരച്ചിലോട് കരച്ചിലാണ്. വാപ്പ ഇന്ന് തന്നെ ഇങ്ങോട്ട് വരണമെന്ന് അവൻ ഫോണിലൂടെ പറയുന്നത്. വാപ്പ പറഞ്ഞു, മോനെ ഇനി ഇന്ന് വൈകുന്നേരമായില്ലേ, നാളെ വൈകുന്നേരം നിന്നെ കാണാൻ ഞാൻ വരാം, നാളെ നമുക്ക് കാണാം. അവന് സമാധാനമായി. വാപ്പ ഉറപ്പ് കൊടുത്തു, നാളെ വൈകുന്നേരം കാണാം. വാപ്പ എന്നിട്ട് ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, നാളെ വൈകുന്നേരം വരാവനെന്ന് സമാധാനിപ്പിക്കണം. അവൻ വല്ലാതെ കരയുന്നുണ്ട്. ഉസ്താദ് ഒന്ന് പറഞ്ഞു നന്നായിട്ട് അവനെ പറഞ്ഞു മനസ്സിലാക്കണം. ആയിക്കോട്ടെ, ശരി, നിങ്ങൾ നാളെ വരൂ, നാളെ നമുക്ക് കാണാമല്ലോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഒരു 9 മണി സമയമാണ്. ഞങ്ങളൊക്കെ ഇങ്ങനെ നാസ്തക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്. അപ്പോഴാണ് ഉസ്താദിന്റെ ഫോണിലേക്ക് ഒരു ആൾ വിളിക്കുന്നത്. ഉസ്താദെ, ഞാൻ പൂക്കളത്തൂരിൽ നിന്ന് വിളിക്കുക. എന്താ കാര്യം? അവിടെ 1-ാം വർഷം ഇന്നലെ ചേർത്ത് കഴിഞ്ഞ ദിവസം ചേർത്ത ഒരു മോനുണ്ടല്ലോ, അവന്റെ വാപ്പ ഒരു 5 മിനിറ്റ് മുമ്പ് മരിച്ചുപോയി ഉസ്താദേ. പെട്ടെന്നായിരുന്നു. എന്താ കാര്യം? ആകെ ഞെട്ടിപ്പോയി. ഞങ്ങൾ ഫോൺ കിട്ടിയ ആൾ ആകെ ഞെട്ടിപ്പോയി. എന്താ കാര്യം? ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അയാള് ഒരു ഗ്ലാസ് ചായ ഭാര്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് വീടിന്റെ പുറത്തേക്ക് സിറ്റ് ഔട്ടിലേക്ക് പത്രം വായിക്കാൻ വേണ്ടി വന്നതായിരുന്നു. ഇരുന്നേടത്ത് ഇരുന്ന് മരിച്ചുപോയി. മരിച്ചതിലല്ല നമ്മൾക്ക് ദുഃഖം, മരിച്ചതിലൊക്കെയുള്ള ഞെട്ടുന്ന കാലം കഴിഞ്ഞു പോയില്ലേ? മരണങ്ങൾ പലതും നമ്മൾ കേട്ടില്ലേ, കണ്ടില്ലേ? പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളിൽ നമ്മൾ സ്തബ്ധരാകാറുണ്ടല്ലോ. അതിനേക്കാൾ ഉപരിയായി നമ്മളെ വേദനിപ്പിച്ച കാര്യം, തമ്പുരാനെ, ഈ പൊന്നുമോനോട് എങ്ങനെയാണ് നിന്റെ വാപ്പ മരിച്ച കാര്യം അവനോട് പറയുക? ഞങ്ങളെല്ലാവരും ചർച്ച ചെയ്തു എങ്ങനെ ഈ മരണ വാർത്ത അവനെ അറിയിക്കും. അവസാനം ഞങ്ങൾ കൂടി. എന്നിട്ട് ഞങ്ങൾ അവനോട് പറഞ്ഞു, ഞങ്ങൾ ഉസ്താദുമാർക്ക് നിന്റെ നാട്ടിലേക്കൊന്ന് പോകണമെന്നുണ്ട്, ഒരാവശ്യത്തിന്, നീയും കൂടെ വന്നോ? അവന് വലിയ സന്തോഷം. അവൻ തുള്ളിച്ചാടാണ്. കൂട്ടുകാരോടൊക്കെ അവൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഉസ്താദുമാരെന്റെ നാട്ടിലേക്ക് പോകുന്നുണ്ട്, ഞാനും പോകുന്നുണ്ട്. അവൻ ഉടനെ വസ്ത്രമൊക്കെ മാറ്റിയിട്ട് ചെറിയൊരു ബാഗൊക്കെ കയ്യിലെടുത്തിട്ട് അവൻ എന്റെ കൂടെ വണ്ടിയിൽ കയറി. അങ്ങനെ ഞങ്ങൾ 2-3 ആളുകൾ അവന്റെ കൂടെ പോവുകയാണ്. പോകുന്ന സമയത്ത് എവിടെ നിന്നെങ്കിലും ഈ കാര്യം പറയണമെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എങ്ങനെ കഴിയാനാ? ഈ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കുമ്പോ, ആ ചെറിയ കുട്ടിയുടെ കണ്ണിലേക്ക് നോക്കുമ്പോ എങ്ങനെയാണ് ആ കാര്യം അവനോട് പറയുക? പറയാൻ കഴിയുന്നില്ല. വാഹനം ഇങ്ങനെ മുന്നോട്ട് പോയി. ഞങ്ങൾക്കാണെങ്കിൽ നന്നായി വിശക്കുന്നുണ്ട്. തിരൂരിലെത്തിയപ്പോ വാഹനം അവിടെ നിർത്തി. ഞങ്ങൾ വിശക്കുന്ന ആളുകള്, ഞങ്ങൾ ഹോട്ടലിൽ കയറാൻ വേണ്ടി ഒരുങ്ങാണ്. അവനോട് ഇറങ്ങാൻ പറഞ്ഞപ്പോ അവൻ പറഞ്ഞു, ഞാൻ ഇറങ്ങുന്നില്ല. എന്താടാ? എനിക്ക് വിശക്കുന്നില്ല. എന്നാലും എന്തെങ്കിലും കഴിക്ക്, എനിക്ക് വിശക്കുന്നില്ല, ഞാൻ ഇറങ്ങുന്നില്ല. എന്താ നീ കഴിക്ക? എവിടുന്നാ പിന്നെ നീ കഴിക്ക? അവൻ പറഞ്ഞു, ഞാൻ വീട്ടിലെത്തിയിട്ട് കഴിച്ചോളാം. വീട്ടിൽ ഭക്ഷണമൊന്നും ഉണ്ടാവൂല. ഉണ്ടാകും, വീട്ടിൽ ആരും ഉണ്ടാവൂല. പെട്ടെന്ന് അവൻ പറഞ്ഞു, വീട്ടിൽ വാപ്പ ഉണ്ടാകുമല്ലോ. വാപ്പ വന്നിട്ട് വാപ്പാന്റെ കൂടെ ഇന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. പിന്നെ ആ പൊന്നുമോനോട് എന്ത് പറയാനാണ്? അവന് ഇഷ്ടമുള്ളത് എന്താന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, എനിക്ക് ആപ്പിളാണ്. 2 ആപ്പിൾ വാങ്ങിച്ചു കൊടുത്തു. അതൊന്നവന്റെ അനുജന് വേണ്ടിയിട്ട് അവന്റെ ബാഗിൽ കരുതി. എന്തവൻ ഞങ്ങളോടുകൂടെ ഇങ്ങനെ പോരുകയാണ് നിശബ്ദരായി. അവന്റെ വീടിന്റെ മുമ്പിലെത്തിയപ്പോ നിറയെ ആൾക്കൂട്ടം. ആളുകൾ ഞങ്ങളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ഇങ്ങനെ വല്ലാത്ത ഒരു കണ്ണോടെ. അവനൊന്നും മനസ്സിലായില്ല. എന്തിനാ അവരൊക്കെ കൂടിയിരിക്കുന്നത്? എന്തിനാ അവരൊക്കെ വന്നിരിക്കുന്നത്? അവന്റെ ഒരു അമ്മാവൻ വന്നിട്ട് അവനെ ഇങ്ങനെ പിടിച്ചു കൊണ്ടുപോയി. അവനെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ആ പ്രിയപ്പെട്ട പൊന്നുമോനെ വീടിന്റെ പൂമുഖത്തേക്ക് ഇങ്ങനെ കയറുകയാണ്. ഞങ്ങളും കയറി. ഞങ്ങളൊക്കെ ഇങ്ങനെ വിതുമ്പുന്നുണ്ട്. കാരണം വല്ലാത്ത ഒരു രംഗമാണല്ലോ. അവനാകെ ഞെട്ടിപ്പോയി. കാരണം വീടിന്റെ കൊലായിലതാ ഒരു മയ്യിത്ത് ഇങ്ങനെ കിടക്കുന്നു. അതാരാണ്? അതാരുടേതാണ്? ആ മോൻ അറിയില്ലല്ലോ. മയ്യിത്തിന്റെ അടുക്കലേക്ക് ഇവനെ കൊണ്ടുപോയി. ആ മയ്യിത്തിന്റെ മുഖം കാണിച്ചു കൊടുക്കുന്നയാൾ ആ വിരിയങ്ങ് മാറ്റിയപ്പോൾ സുബ്ഹാനല്ലാഹ്, തന്നെ വൈകുന്നേരം കാണാൻ വരാമെന്ന് പറഞ്ഞ
ആരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനാണോ ഭക്ഷണം കഴിക്കാതെ താൻ ഇങ്ങോട്ട് വന്നത്, ആ പൊന്നുപ്പ അവിടെ മരിച്ചു കിടക്കുന്നത് കണ്ടപ്പോ ആ പൊന്നുമോൻ വാവിട്ട് നിലവിളിച്ചത് വിനീതനായ എന്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. ഹബീബായ റസൂലുള്ളാഹി ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഫുജ്അത്തിൽ മൗത്ത്, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങളിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു എന്ന്. ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അല്ലാഹു ആ വാപ്പാക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ. എല്ലാവരും ആമീൻ പറയോ. അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. ആ പൊന്നുമോനെ അല്ലാഹു നല്ല പ്രഗൽഭനായ ഒരു ഉദവിയാക്കുമാറാവട്ടെ. നമ്മൾ ആലോചിക്കണം, ഇത് നമ്മയും പിടികൂടാം, എന്നും പിടികൂടാം, എപ്പോഴും പിടികൂടാം, അല്ലേ? ഒരാൾക്കും യാതൊരു ഗ്യാരണ്ടിയുമില്ല. പക്ഷെ ഇവിടെ നമ്മൾ ശ്രമിക്കേണ്ടത് എന്തിനാണെന്നറിയോ? നല്ല മരണം, ഈമാനോടെയുള്ള മരണം, കലിമ ചൊല്ലിയുള്ള മരണം, അതിനാണ് നമ്മൾ അധ്വാനിക്കേണ്ടത്. എന്താ അതിന്റെ മാർഗം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. إن الذين قالوا ربنا الله, അല്ലാഹു ഞങ്ങളുടെ റബ്ബാണെന്ന് പറയാം. വെറുതെ പറയല്ല, അതിനനുസരിച്ചാണ് അവന്റെ ജീവിതം, ഇബാദത്ത്, തഖ്വ, നിസ്കാരം, എല്ലാ കാര്യങ്ങളും അതിനനുസൃതമായ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അങ്ങനെ ജീവിച്ചു പോയി, അല്ലേ? പിന്നെയോ സുമ്മസ്തഖാമൂ, ആ വഴിയിൽ തന്നെ അവർ അടിയുറച്ച് നിൽക്കുകയും ചെയ്തു. അവർ സിനിമ കണ്ടില്ല, മുഅ്മിനെ സീരിയൽ കണ്ടില്ല, ഹറാമിലേക്ക് അവർ നോക്കിയില്ല, തെറ്റായ കാര്യങ്ങളിൽ അവരവരുടെ ജീവിതം അഭിരമിപ്പിച്ചില്ല. ഇന്നലെ ഒരാൾ എന്റെ അടുക്കൽ വന്ന് പറയാണ്, അയാൾക്ക് KSFE എന്ന് പറഞ്ഞ വലിയ ഒരു പൊതുമേഖല, വലിയ ഒരു ഗവൺമെന്റ് സംരംഭമായ അതിൽ വലിയ ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. ഉസ്താദ്, ഇത്ര വലിയ ശമ്പളാണ്. ഒരു കാര്യത്തിൽ അത് പലിശയുമായി ബന്ധപ്പെട്ടൊരു സ്ഥാപനമാണല്ലോ, ഞാൻ എന്ത് ചെയ്യണം? അതിൽ ഏറ്റെടുക്കണോ വേണ്ടേ? ഉസ്താദ് പറയുന്നത് പോലെ ചെയ്യാമെന്ന് പറഞ്ഞു. 10,000 ശമ്പളമുണ്ട്. അവിടെയുള്ള വലിയ ഒരു ഉദ്യോഗമാണ് അയാൾക്ക് കിട്ടിയിരിക്കുന്നത്. നിലവിൽ അയാൾ മറ്റൊരു ഗവൺമെന്റ് സ്ഥാപനത്തിലുള്ളയാളാണ്. ഇങ്ങോട്ട് ജോലി കിട്ടി, പക്ഷെ പേടി തോന്നാണ്, പടച്ചോനെ എങ്ങനെയാ ഞാൻ ഈ ജോലി ഏറ്റെടുക്കുക? പലിശയാണല്ലോ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഖൈറ് അത് ഏറ്റെടുക്കാതിരിക്കലാണ്. അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് അയാൾ ആ ജോലി വേണ്ടെന്ന് വെച്ച് എന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോയി. പണമല്ല, ശമ്പളമല്ല, ആനുകൂല്യങ്ങളല്ല റബ്ബേ, പലിശ വാങ്ങി ആ ശമ്പളം കിട്ടിയാൽ അതുമായി ബന്ധപ്പെട്ട ജോലി ചെയ്താൽ പിന്നെ നിന്റെ മുമ്പിലേക്ക് എങ്ങനെയാണ് വിജയിയായി ഞാൻ മടങ്ങി വരിക? അതാണ് ആലോചിക്കേണ്ടത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ, അങ്ങനെ ചെയ്തോൽക്ക് എന്താ ഉണ്ടാവുക? തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ അവരുടെ അടുക്കലേക്ക് അവർ മരിക്കുന്ന സമയത്ത് വരും എന്നാണ്, അല്ലേ? നമ്മൾ ആലോചിക്കണം. അതാണ് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിൽ കണ്ടത്. ഞാൻ വിശദീകരിക്കുന്നില്ല. അതാണ് ബഹുമാനപ്പെട്ട ദൈനുൽ ഉലമയിൽ കണ്ടത്. ഈ മാസം തന്നെയാണല്ലോ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്, ഈ മഹാരഥന്മാരൊക്കെ നമുക്ക് കാണിച്ചു തന്നത് ഇങ്ങനെയുള്ള ഒരു മരണം തന്നെയാണ്. ഇങ്ങനെയുള്ള ഒരവസ്ഥ, അവസാനം ദർസ് നടത്തുക, അവസാന വാക്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവുക, അവസാന കാര്യങ്ങൾ ഖൈറിലാവുക, അല്ലേ? തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ അവരുടെ അടുക്കലേക്ക് മരണത്തിന്റെ സമയത്ത് വരും. അത് ദൃശ്യമാവും നമുക്ക്. അവരുടെ മരണാനന്തരമുള്ള ജനങ്ങൾ അവരെ പ്രകീർത്തിക്കുന്നത് മനസ്സിലാകുമ്പോൾ അവർക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കാൻ 10,000-ങ്ങളും ലക്ഷങ്ങളും തിക്കിത്തിരക്കുമ്പോൾ, അല്ലാഹുവിനോട് അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടുമ്പോൾ
തതനസ്സലു അലൈഹിമുൽ മലായിക, മരിക്കുന്ന സമയത്ത് മലക്കുകൾ അവരുടെ അടുക്കലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് എന്താ പറയാ? യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ ശാന്തമായ ആത്മാവേ. എങ്ങനെയാ ഈ ആത്മാവ് ശാന്തായത്? ഈ ആത്മാവ് ഒരിക്കലും ഞാൻ സൂചിപ്പിച്ചതുപോലെ ഒരു ഹറാമിലേക്കും പോയ ആളല്ല, ചിന്തിക്കുന്നയാളല്ല, നല്ല കാര്യങ്ങളിൽ മാത്രം ചിന്തിച്ച് ജീവിക്കുന്ന മനുഷ്യനായിരുന്നു. മരണം അല്ലാഹു നിശ്ചയിച്ച സമയത്ത് ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങി വരാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയ. നിന്നെ അല്ലാഹുവിന് ഇഷ്ടമായിട്ടുണ്ട്, അല്ലാഹുവിനെ നിനക്കും ഇഷ്ടമാണല്ലോ. നീ സംതൃപ്തമായവളും സംതൃപ്തമായ ആത്മാവും സംതൃപ്തമാക്കപ്പെട്ട ആത്മാവുമാണല്ലോ. അതുകൊണ്ട് നീ പുറത്തു വന്നോളൂ. എങ്ങോട്ടാ വരേണ്ടത്? നിന്റെ റബ്ബിലേക്കാണ്. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. എന്റെ അടിമകളുടെ കൂട്ടത്തിലേക്ക് നീ കടന്നോളൂ ആത്മാവേ, എന്റെ സ്വർഗത്തിലേക്ക് നീ കടന്നോളൂ ആത്മാവേ എന്ന് അള്ളാഹുവിന്റെ മാലാഖമാർ അവരോട് പറയുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു ബോധ്യപ്പെടുത്തുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഓർക്കാറുണ്ടോ നമ്മൾ? ഈ പറയുന്ന ആൾക്ക് വലിയ പേടിയാണ്. ആലോചിക്കാറുണ്ടോ? വാളിലൊക്കെ ഇത് നമ്മൾ ഇങ്ങനെ പറയുമ്പോ, തമ്പുരാനെ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഞാനൊരു ഹദീസ് പറയുമ്പോ നമ്മൾ നമ്മെ കുറിച്ച് ആലോചിക്കണം. അയാൾ ഇങ്ങനെയായിരുന്നല്ലോ, മറ്റേയാൾ ഇങ്ങനെയായിരുന്നല്ലോ എന്ന് തൽക്കാലം ചിന്തിക്കല്ല, നല്ലത് വേണമെങ്കിൽ ചിന്തിച്ചോ. റസൂലുള്ള പറയാണ്, ഒരു മനുഷ്യൻ മരിക്കുമ്പോ ആ മയ്യിത്തിനെ നിങ്ങൾ ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. ഒരു മനുഷ്യൻ മൂന്ന് കാര്യങ്ങൾ ആ മരിക്കുന്ന ആളിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് നിങ്ങൾ നിരീക്ഷിക്കണം. ഒന്ന്, ആ മനുഷ്യന്റെ നെറ്റിത്തടം വിയർക്കുന്നുണ്ടോ? മരിക്കുന്ന സമയത്ത് നെറ്റിത്തടത്തിൽ ഇങ്ങനെ വിയർപ്പ് കണികകൾ ഇങ്ങനെ പൊടിയുന്നുണ്ടോ? ഉണ്ടാവുമല്ലോ. മുഅ്മിനെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? നമ്മൾ ഈ മരണത്തെക്കുറിച്ച് എത്ര ചിന്തിച്ചാലും വഅദ് പറഞ്ഞാലും നമ്മൾ അനുഭവിക്കുമ്പോഴല്ലാതെ നമുക്കതറിയാൻ കഴിയില്ല എന്ന് ഖുർആൻ. വാപ്പ ഇങ്ങനെ മടിയിൽ കിടന്ന് മരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളുടെ വേണ്ടപ്പെട്ട കൂട്ടുകാരൻ തൊട്ടടുക്കൽ കിടന്ന് ഇങ്ങനെ മരിക്കുകയാണ്. കാണേണ്ട സാഹചര്യങ്ങൾ വരാതിരിക്കട്ടെ. കാണാറുണ്ടല്ലോ നമ്മളൊക്കെ പലപ്പോഴും അങ്ങനെ മരണത്തിന്റെ രംഗങ്ങൾ അങ്ങനെ വരികയാണ്. അറിയോ? അയാളുടെ കാഴ്ചയല്ല നമ്മുടെ കാഴ്ച, കേൾവിയല്ല നമ്മുടെ കേൾവി. അത് ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെ ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, ആ റൂഹ് തൊണ്ടക്കുഴിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ആത്മാവിങ്ങനെ വലിച്ച് 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 മരണപ്പെടുന്നയാളുടെ തൊണ്ടക്കുഴിയിലാ റൂഹങ്ങ് എത്തിക്കഴിഞ്ഞാൽ വഅൻതും ഹീനഇദിൻ തൻദുറൂൻ, നിങ്ങൾ ആ മരിക്കുന്നയാളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇയാൾ മരിക്കണത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹ് പറയുന്നു, ആ സമയത്തുണ്ടല്ലോ വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും, ആ മനുഷ്യനോട് നിങ്ങളെക്കാൾ അടുത്തവൻ നമ്മളാകുന്നു. വലാകിൻ ലാ തുബ്സിറൂൻ, ഒന്നുമേ നിങ്ങൾക്ക് അറിയാൻ കഴിയില്ലെന്ന് ഖുർആൻ. അല്ലാഹു പറയുന്നു, ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ, ഇയാൾ അല്ലാഹുവിലേക്ക് നന്നായി അടുത്തയാളാണ് എങ്കിൽ, അല്ലേ, ആലിമാണ്, സ്വാലിഹാണ്, അല്ലാഹുവിലേക്ക് അടുത്ത ആരിഫാണ്, സ്വതക്ക അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെയ്തയാളാണ്, ഒരു ഭൗതിക താല്പര്യവുമില്ലാതെ. നമ്മൾ കണ്ടല്ലോ ഈ സ്ഥാപനം, ഇതിന്റെ പരിസരങ്ങൾ, ഇതുപോലെയുള്ള എത്രയോ നൂറുകണക്കിന് സംരംഭങ്ങൾ
ആര് കൊടുത്തു? എന്തിനു കൊടുത്തു? എന്ത് താല്പര്യത്തോടെ കൊടുത്തു? ബഹുമാനപ്പെട്ട UM ഉസ്താദ് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ചട്ടഞ്ചാലിലെ മലബാർ ഇസ്ലാമിക് കോംപ്ലക്സ് ഉണ്ടല്ലോ, എത്ര സ്ഥാപനങ്ങളാണ് ആര് കൊടുത്തതാ? ഏതെങ്കിലും ഒരാൾ കൊടുത്തതാണോ? അല്ലല്ലോ. പടച്ചവന്റെ പ്രീതിക്ക് വേണ്ടി, അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി നമ്മുടെ നാടുകളിലുള്ള നൂറുകണക്കിന് മദ്രസകളും ആയിരക്കണക്കിന് പള്ളികളും ഇതുപോലെയുള്ള സ്ഥാപനങ്ങളും റഹ്മാനായ നാഥന് വേണ്ടി കൊടുത്ത് അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാക്ഷിക്കുന്ന ആളായാൽ എത്ര അനുഭവങ്ങളുണ്ട് നമുക്ക്. എന്താ ഉണ്ടാവുക? ഒരു സുഖം മാത്രം. എന്താ സുഖം? ഫറൗഹും വറൈഹാൻ. മരിക്കുന്ന സമയത്ത് സുഗന്ധമുണ്ടാകും, മരിക്കുന്ന സമയത്ത് ആശ്വാസമുണ്ടാകും. എന്നോട് ഒരാള് വന്ന് പറഞ്ഞു, ഉസ്താദേ, എന്റെ ഉമ്മ മരിക്കുന്ന സമയത്ത്, എന്നിട്ട് ആ ഉമ്മയുടെ മദ്ഹ് എന്നോട് കുറെ പറഞ്ഞു. ഉമ്മ വലിയ സമ്പന്നനായ ആളാണ്, സൗകര്യമുള്ള ആളാണ്. പക്ഷേ ആ ഉമ്മ ഒരിക്കലും കട്ടിൽ കിടന്നിരുന്നില്ല. ഉമ്മ ഒരിക്കലും തലയിണ ഉപയോഗിച്ചിരുന്നില്ല. ഉമ്മ ഒരന്യ പുരുഷനെ കണ്ടിരുന്നില്ല. ഉമ്മ എപ്പോഴും ഖുർആനോത്ത്. ഉമ്മ ആകെ പുറത്തിറങ്ങിയത് ഹജ്ജ് വേണ്ടിയാണെന്ന് ആ മകൻ എന്നോട് പറഞ്ഞു. അങ്ങനെയുള്ള ഉമ്മയുണ്ടല്ലോ, ആ പ്രിയപ്പെട്ട ഉമ്മ എപ്പോഴും ദിക്റിലും തസ്ബീഹിലുമായി ആയിരിക്കുന്ന ആ ഉമ്മ റമളാൻ കഴിഞ്ഞ് ആ തറാവീഹ് കഴിഞ്ഞിട്ട് ആ ഉമ്മ മക്കളോട് പറഞ്ഞത്ര, മക്കളെ, എനിക്ക് എന്തുണ്ടായാലും നിങ്ങൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകരുത് കേട്ടോ. എന്നിട്ട് പറഞ്ഞു ആ ഉമ്മ, എന്റെ കഫംപുട ഞാൻ നിങ്ങളോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഉറയിലുണ്ട്, എനിക്കുള്ള എല്ലാം അതിലുണ്ട്. ആ ഉമ്മ പറഞ്ഞു എന്ന് മാത്രമല്ല, ആ പ്രിയപ്പെട്ട ഉമ്മായുടെ മരണത്തിന്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങി. എന്നോടാ പറയുന്ന ആള് പറയാണ്, ഉമ്മ ഇങ്ങനെ അവസാന ശ്വാസം വലിക്കുമ്പോ, കലിമ ഇങ്ങനെ ചൊല്ലുമ്പോ ഞങ്ങൾക്ക് എന്തോ ഒരു പരിമളം ആ പരിസരത്ത് അനുഭവപ്പെട്ടു. ഞാൻ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരി തന്നെയായിരിക്കും. കാരണം എന്താ? ഫറൗഹും വറൈഹാൻ. മരിക്കുന്ന സമയത്ത് പേടി ഉണ്ടാവില്ല. പേടിയാർക്കാ? ഇതിങ്ങനെ പിടിച്ചവനാണ്, ഒന്നും ചെയ്യാത്തവനാണ്. ഞാൻ വരുന്നില്ല അല്ലാ, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. പുതുവത്സരം വരുമ്പോ റോഡിലൂടെ ബൈക്കുകളുമായി ചീറിപ്പാഞ്ഞ് അങ്ങാടികളിൽ പോയി, കടലോരങ്ങളിൽ പോയി, ബീച്ചുകളിൽ പോയി, പാശ്ചാത്യൻ സംസ്കാരത്തെ പോലും നാണിപ്പിക്കുന്ന രീതിയിൽ, ലജ്ജാവഹമായ രീതിയിൽ ആടാനും പാടാനുമാണ് നമുക്കിടയിലെ ചെറുപ്പക്കാരൻ തയ്യാറാകുന്നത് എങ്കിൽ എങ്ങനെ അവന് നല്ല മരണം ഉണ്ടാവും? എങ്ങനെ അവന് സന്തോഷിക്കുവാൻ കഴിയും? അല്ലേ? കാമുകിമാരോട്ട് ലഭിക്കുന്ന രാവുകളാണ് അവന്റെ രാവുകളെങ്കിൽ, വാട്സാപ്പിലും ഫേസ്ബുക്കിലും അലഞ്ഞു നടക്കുന്ന മണിക്കൂറുകളാണ് അവന്റെ ജീവിതത്തിലുള്ളത് എങ്കിൽ, നഊദു ബില്ലാഹ്, എങ്ങനെ അവന് പറയാൻ കഴിയും മരിക്കുന്ന സമയത്ത് ഫറൗഹും വറൈഹാൻ? അല്ലേ? അല്ലാമ ഇഖ്ബാൽ മരിക്കാൻ വേണ്ടി ഒരുങ്ങാണ്. അല്ലാമ ഇഖ്ബാൽ വലിയ മഹാനാണല്ലോ. ബല്ലിഉ സലാമി, അല്ലാഹു പറയാൻ ഫറൗഹും വറൈഹാൻ വജന്നത്തു നഈം. മരിക്കുന്ന സമയത്ത് നല്ല ആശ്വാസമാണ്, നല്ല സുഗന്ധമാണ്. എന്തൊരു മരണമാണ്! എന്തൊരു ഈമാനോടെയുള്ള മരണമാണ്! എന്തൊരു തഖ്വയോടെയുള്ള മരണമാണ്! ഇഖ്ബാൽ, അല്ലാമ ഇഖ്ബാൽ, നിങ്ങൾക്കറിയാലോ, നമ്മളെപ്പോഴും പ്രസംഗിക്കുമ്പോഴൊക്കെ ഉസ്താദുമാര് ബല്ലിഉ സലാമി റൗളതൻ ഫിഹൻ നബിയുൽ മുഹ്തറം ഇന്നിൽ തിയാ ريح الصبا يوما إلى أرض الحرم بلغ سلامي روضة فيها النبي المحترم. എന്നെങ്കിലും മന്ദമാരുതനെ ആ പുണ്യമണ്ണിൽ നീ എത്തിച്ചേരുമെങ്കിൽ എന്റെ സലാമിനെ ആ റൗളയിൽ എത്തിക്കണേ എന്ന് റൗളയെ ഓർത്ത്, നബിയെ ഓർത്ത് പാടുകയും പറയുകയും ചെയ്ത അല്ലാമ ഇഖ്ബാൽ റഹ്മത്തുള്ളാഹി അലൈഹി മരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അങ്ങനെ ഒരുങ്ങുന്ന സന്ദർഭത്തിൽ യാ അല്ലാഹ്,
അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരൻ വന്നുകൊണ്ട് ചോദിച്ചു, ഇഖ്ബാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും വസിയത്ത് ചെയ്യാനുണ്ടോ? ജ്യേഷ്ഠനോട് ഇഖ്ബാൽ പറഞ്ഞു, മൈ മുസൽമാൻ ഹൂ, ഞാൻ മുസ്ലിമല്ലേ, ഞാൻ എന്തിനു മരണത്തെ പേടിക്കണം? എന്നിട്ട് ഇഖ്ബാൽ തന്റെ അവസാനത്തെ കവിത പാടി, നിശാനെ മറദെ മുഅ്മിൻ ബാത്തു ഗോയം ചൂം മറഗ് ആമദ് തബസ്സും ബർലബവേ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ അടയാളം സഹോദരാ നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? എന്താ അടയാളം? മരിക്കുന്ന സമയത്ത് ആ മനുഷ്യൻ ചൂമറഗ് ആമദ് തബസ്സും ബർലബവേ, പുഞ്ചിരിക്കുന്ന മുഖവുമായി മരണത്തെ അവൻ കാത്തിരിക്കുമ്പോ ആ മരണം അവന്റെ അടുക്കലേക്ക് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ വരലാണെന്ന് ഇഖ്ബാൽ. എങ്ങനെയാണ് ഒരു മനുഷ്യന് പുഞ്ചിരിക്കാതിരിക്കാൻ കഴിയുക ഈമാനുള്ള ഒരാൾ മരണപ്പെടുമ്പോ? കാരണം അവൻ കാത്തിരിക്കണത് എന്താ? അവൻ എവിടെ നിന്നാ പോകുന്നത്? ചിന്തിക്കണം, എവിടുന്നാ പോകുന്നത്? ഈ ദുനിയാവിൽ നിന്ന്. ഇവിടുത്തെ സുഖത്തിന്റെ അവസ്ഥ എന്താ? വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. വഞ്ചനയുടെ ഈ ലോകത്ത് നിന്ന്, നശ്വരമായ ഈ ലോകത്ത് നിന്ന് അവൻ യാത്രയാവുകയാണ്. അവനറിയാം ഒന്നും ശാശ്വതമല്ല. എന്തിന് ശാശ്വതമല്ല എന്ന് പറയണം? നമ്മൾ ഇട്ടിരിക്കുന്ന ഈ വസ്ത്രത്തിന് എത്ര ആയുസ്സാണുള്ളത് അല്ലേ? നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിന് എത്ര ആയുസ്സാണുള്ളത്? നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പിന് എത്ര ആയുസ്സാ ഉള്ളത്? ചിന്തിക്കാറുണ്ടോ നമ്മൾ? നമുക്കും അത്ര തന്നെയല്ലേ? എല്ലാം അങ്ങനെയാണ്. ഒഴിവാക്കി 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 ദുനിയാവ് മുഴുവനും നമ്മൾ ഒഴിവാക്കേണ്ടവരാണ്. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. അതുകൊണ്ടല്ലേ അല്ലാഹു തആല നബിയോട് പറഞ്ഞത്, നബിയേ വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ എന്ന് അല്ലാഹു നബിയോട് പറഞ്ഞു. അതുകൊണ്ടല്ലേ അല്ലാഹു ഒരിക്കലും താങ്കളെ കൈവെടിഞ്ഞിട്ടില്ല നബിയേ. നിങ്ങൾ പേടിക്കണ്ട, അങ്ങയോട് അല്ലാഹു പിണങ്ങിയിട്ടുമില്ല. വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. പരലോകമാണ് ഈ ദുനിയാവിനേക്കാൾ നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ളത്. ഇവിടെ സങ്കടങ്ങൾ ഉണ്ടാവും, ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നടപ്പായിക്കൊള്ളണമെന്നില്ല. ഇത് ദുഃഖങ്ങളുടെ ലോകമാണ്. ഈ ലോകത്ത് വിപത്തുകൾ ഉണ്ടാവും, ദാരിദ്ര്യം ഉണ്ടാവും, കടങ്ങൾ ഉണ്ടാവും, കഷ്ടപ്പാടുകൾ ഉണ്ടാവും. ആഖിറത്തെ ആഗ്രഹിച്ചോളൂ. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ. കണ്ടോ എങ്ങനെയാണ് ഈമാനുള്ള ഒരാൾ മരിക്കുന്ന സമയത്ത് ഇവിടുന്ന് സന്തോഷിക്കാതിരിക്കുക? സയ്യിദുനാ ബിലാൽ പറയൂ റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹു മരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഒരുങ്ങുന്ന സമയത്ത് ബിലാലിന്റെ ഭാര്യ തൊട്ടടുക്കലിരുന്നു കൊണ്ട് കരയുകയാണ്. എന്റെ ഭർത്താവ് മരിക്കുകയാണല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും? ആരാണ് എനിക്കുള്ളത്? എന്റെ ഭർത്താവ് പോയാൽ വാ കർബാ, എന്റെ ദുഃഖമേ, എന്റെ വേദനയെ, എന്റെ സങ്കടമേ എന്ന് നിലവിളിക്കുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു മരിക്കുന്ന സമയത്ത് പറയാണ്, വാ ത്വറബാ, വാ ത്വറബാ, ഞങ്ങളുടെ ആനന്ദമേ, സന്തോഷമേ. എന്തൊരു സന്തോഷമാണ്! മരണം എന്തൊരു ആനന്ദമാണ്! ഗദൻ നൽഖൽ അഹിബ്ബാ, നാളെ നമ്മൾ നമ്മുടെ കൂട്ടുകാരെ കണ്ടുമുട്ടാൻ പോവുകയാണ്. മുഹമ്മദൻ വഹിബ്ബാ, മുഹമ്മദ് നബിയെയും അവിടുത്തെ അനുയായികളെയും കണ്ടുമുട്ടാൻ പോവാം. അവരാണ് മരിക്കണ സമയത്ത് മുദ്രാവാക്യം വിളിക്കുക. റെഡിയാണോ? അവരാണ് വിളിക്കണ സമയത്ത് മുദ്രാവാക്യം വിളിക്കുക. മരിക്കണ സമയത്ത് എന്ത്? ലാ ഇലാഹ
ഇലാഹ ഇല്ലല്ലാഹ്. സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടെ വെച്ചാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. മരിക്കുന്ന സമയത്ത് നമ്മൾ ഓരോരുത്തരും എന്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. കാരണം ജീവിതം മുഴുവൻ അവർ കലിമ ചൊല്ലുകയായിരുന്നു. ഞാൻ വലുതാകാൻ വേണ്ടി പറയില്ല, എന്റെ ഒരു വല്യമ്മ ഉണ്ടായിരുന്നു. വല്യമ്മമാരുടെ സ്വഭാവം എന്ന് പറഞ്ഞാല്, എന്റെ വല്യമ്മ മരിക്കുന്നത് 2007-ലാണ്. മൊബൈൽ ഫോണുകളൊന്നും സജീവമായിട്ടില്ല. നമ്മുടെ വീട്ടിൽ TV ഇല്ല. വീടിന്റെ ആ അസൗകര്യങ്ങളെല്ലാം ഉണ്ട്. വല്യമ്മയുടെ ലോകം എന്ന് പറഞ്ഞാൽ പാത്തുമ്മാന്റെ ആട് എന്നൊക്കെ പറയുന്നത് പോലെ ആട്, പശു കൂട്ടത്തിൽ ഈ വല്യപ്പാർക്ക് ഏറ്റവും വലിയ നമ്മളൊരു പക്ഷെ മക്കൾ നന്നായി കൊടുക്കും മീൻസ് അടിക്കും. ഉപ്പ അല്ലെങ്കിൽ ഉമ്മ വാപ്പാരടിക്കുന്നതിലോ ശാസിക്കുന്നതിലോ ഒരു പിശുക്കും കാണിക്കാറില്ല. അവരാരും മിണ്ടുന്നില്ല. അങ്ങനെയല്ലേ? ഉമ്മാരും വാപ്പാരും അടിക്കും. പക്ഷേ വല്യമ്മയോ വല്യപ്പയോ പ്രഹരിക്കുന്നത് അപൂർവമായിരിക്കും. ഉമ്മ അടിക്കുന്ന സമയത്ത് വല്യമ്മ വന്ന് ചീത്ത പറയും ഉമ്മായെ. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് നമുക്കൊക്കെ. എന്റെ വല്യമ്മയുടെയും സ്വഭാവം അത് തന്നെയായിരുന്നു. നല്ല വല്യമ്മയായിരുന്നു എന്റെ വല്യമ്മ. പാവമായിരുന്നു അവർ. അല്ലാഹു അവരുടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അവർക്ക് അവസാനം രോഗം ഉണ്ടാകുന്നത് അൽഷിമേഴ്സ് എന്ന് പറയുന്ന രോഗമാണ്. എല്ലാം മറന്നുപോകും. അവരുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ, ഞങ്ങളൊക്കെ രാവിലെ എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് അവർ എഴുന്നേറ്റിട്ടുണ്ടാവും. തഹജ്ജുദ് നിസ്കരിക്കും, ഖുർആൻ ഓതും, എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലും, ദിക്ർ ചൊല്ലും. നാട്ടിലാരെങ്കിലും മരിച്ചാൽ പിന്നെ വല്യമ്മ തസ്ബീഹ് കുറച്ചു കാലം നിലത്ത് വെക്കൂല. വല്യമ്മ ഇങ്ങനെ ദിക്ർ ചൊല്ലും. ചോദിച്ചാൽ പറയും, അവന് ഞാൻ ഒരു 70,000 ചെല്ലാണ്, അവർക്ക് ഞാൻ ഒരു 70,000 ചെല്ലാണ് ദിക്ർ ചെല്ലാന്ന് പറയും. വല്യമ്മ ആരും ഇല്ലെങ്കിൽ, ഒന്നും ആരും മരിക്കുന്ന അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ വലിയിട്ട് പറയും എനിക്ക് ചെല്ലാന്ന് പറയും. നിങ്ങൾ എന്താ ചെല്ലുന്നു ചോദിച്ചാൽ പറയും ഞാൻ ദിക്ർ ചെല്ലാണ്, ആർക്കാ എനിക്ക് തന്നെ എന്ന് പറയും. ഒരു സാധാരണ എല്ലാം അൽഷിമേഴ്സ് എന്ന് പറഞ്ഞ എല്ലാം മറന്നു പോകുന്ന അസുഖമാണ്. എല്ലാം എന്റെ വല്യമ്മ അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങൾ അടുത്തേക്ക് ചെന്നാൽ ഞങ്ങൾ ആരാന്നറിയില്ല. വാപ്പയെ അറിയില്ല, ഉമ്മയെ അറിയില്ല, ഒരാളെയും അറിയില്ല. അങ്ങനെ അറിയാതെ, ഒരാളെയും അറിയാതെ എന്റെ പ്രിയപ്പെട്ട വല്യമ്മ അവിടുത്തെ ജീവിതം കഴിച്ചു കൂട്ടുമ്പോൾ, എന്റെ വല്യമ്മയുടെ ജീവിതം കഴിച്ചു കൂട്ടുമ്പോൾ എന്റെ പ്രിയപ്പെട്ട വല്യമ്മ അവസാന നിമിഷം വരെ ഓർത്ത ഒന്നുണ്ടായിരുന്നു. അതാ ഞാൻ പറയുന്നത്, അവസാന നിമിഷം വരെ ഓർത്ത ഒന്ന് എന്താണെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരിക്കുന്ന സമയത്തും പറഞ്ഞു അത്. അല്ലേ? ഞാൻ നിങ്ങളൊക്കെ ഒരു പതാക പിടിക്കാറുണ്ട് അല്ലേ? സമസ്തയുടെ പതാക, SKSSFന്റെ പതാക, SYSന്റെ പതാക. എന്തേ അത് പിടിക്കുന്നു? അത് ലയണൽ മെസ്സി പിടിച്ചത് കൊണ്ടാണോ? അല്ലല്ലോ. അതേതെങ്കിലും സിനിമാ നടൻ പിടിച്ചത് കൊണ്ടാണോ? അല്ലല്ലോ. ഏതെങ്കിലും ക്രിക്കറ്റ് താരം പിടിച്ചത് കൊണ്ടാണോ? ലോകത്തേതെങ്കിലും അറിയപ്പെടുന്ന സെലിബ്രിറ്റിയായ ഏതെങ്കിലും ആള് പിടിച്ചത് കൊണ്ടാണോ? അല്ലല്ലോ. പിന്നെയോ പഴഞ്ചന്മാർ എന്ന് വസ്ത്രം നോക്കിയാൽ പറയാൻ കഴിയുന്നവർ പിടിച്ച പതാകയാണ് അല്ലേ? ആരാണവർ? അങ്ങനെ ഒരു മനുഷ്യരുണ്ടായിരുന്നു. ആ മനുഷ്യൻ എല്ലായിടങ്ങളിലും ഓടി നടന്നത് അല്ലാഹുവിന്റെ കലിമത്തിനെ ഉത്തുംഗതയിലേക്ക് എത്തിക്കാനായിരുന്നു. ശംസുൽ ഉലമായി ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദാ. അല്ലാഹു അവരുടെ പിന്നിൽ അണിനിരക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ എന്റെ കൂടെ ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉണ്ടായിരുന്നു. ശംസുൽ ഉലമയെ കുറിച്ച് വാതോരാതെ പറയുന്ന ആളാണല്ലോ. നാളെ ഇവിടെ വരുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ എന്നോട് പറഞ്ഞു. എന്താ ലക്ഷ്യം? ഒരു ഭൗതിക താല്പര്യമില്ല, ഒരു ഭൗതിക താല്പര്യമില്ല. നമ്മളൊക്കെ ആ മഹാന്മാരെയൊക്കെ പറ്റി പറയുമ്പോ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ എന്നോട് പറഞ്ഞു, നമ്മൾ വിചാരിക്കും അവർക്കൊക്കെ വലിയ ഭൗതിക താല്പര്യമാണ്. കാരണം നമ്മൾ ഹദിയ കൊടുത്താ വാങ്ങും, അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്താ പോലെ അത് കീശയിലിടും. പക്ഷേ ഒരുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമേ ഉണ്ടായിരുന്നില്ല, അവർക്കതുമായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നില്ല എന്നാണ് ജിഫ്രി തങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് അവരേന്തിയ പതാക നമ്മളും കയ്യിലേന്തുന്നത്. ശംസുൽ ഉലമ
കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ ബഹുമാനപ്പെട്ടവരുടെ അവസാന സമയത്ത് കിടക്കുകയാണ്. തൊട്ടു മുമ്പുള്ള വിദ്യാഭ്യാസ ബോർഡിന്റെ യോഗത്തിന് പോയി ബഹുമാനപ്പെട്ടവർ മരണപ്പെട്ടു പോയവർക്ക് പ്രാർത്ഥിക്കുവാനുള്ള ഒരു ദിവസം ഉണ്ടാകണമെന്ന് പ്രഖ്യാപിച്ചു. ആ ദിവസമാകുമ്പോഴേക്ക് ആദ്യത്തെ പ്രാർത്ഥന മഹാനുഭാവന് കിട്ടി. ബഹുമാനപ്പെട്ടവരിങ്ങനെ കിടക്കുകയാണ് ഫാത്തിമ ഹോസ്പിറ്റലിൽ, കോഴിക്കോട് ഫാത്തിമ ഹോസ്പിറ്റലിൽ. ചുറ്റുപാടുള്ളവരോട് അടുക്കലേക്ക് വരാൻ പറഞ്ഞു, യാസീൻ ഓതാൻ പറഞ്ഞു. യാസീനോദി. യാസീൻ ഇങ്ങനെ കഴിയേണ്ട താമസം തൊട്ടടുക്കലുള്ള പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നു. ബാങ്കിന്റെ ഓരോ ലഫ്ലുകൾക്കും ബഹുമാനപ്പെട്ടവർ ഇജാബത്ത് ചെയ്യുന്നു. ബാങ്കിന്റെ അവസാനത്തെ ലഫ്ല് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ശംസുൽ ഉലമയും പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നൊന്നും ഉണ്ടില്ല. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. സ്വർഗ്ഗത്തിൽ കടന്നു അവർ. എന്തേ കാര്യം? ഫഅമ്മാ ഇൻ കാന മിനൽ മുഖറബീൻ ഫറൗഹും വറൈഹാൻ വജന്നത്തു നഈം. അല്ലാഹു നമുക്കൊക്കെ അങ്ങനെയുള്ള മരണം നൽകുമാറാകട്ടെ. നിങ്ങളെല്ലാവരും ആമീൻ പറയും. അല്ലാഹു നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞാൻ പ്രസംഗം തുടങ്ങിയിട്ട് എത്ര നേരമായി മക്കളെ? ഇവിടെ വാച്ച് അനുവദനീയല്ലേ? അനുവദനീയാണോ? അല്ലാന്ന്. ഇനിയിപ്പോ ഞാൻ പറഞ്ഞ അനുവദിപ്പിച്ചു തരണ്ടല്ലോ. ഞാൻ പറഞ്ഞാലും ഇവരാരും കേൾക്കൂല. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം ഞാൻ പറയുന്നില്ല. എന്നാലും നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര മണിക്കൂറായിട്ടുണ്ടാവും? ഒരു മണിക്കൂറായോ? ഒരു മണിക്കൂറായില്ലേ? 3 മണിക്കൂറായിട്ടുള്ളൂ. 1 മണിക്കൂറായല്ലോ അല്ലെ? 1 മണിക്കൂറായിട്ടുണ്ട്. അതുകൊണ്ടാണ് മക്കൾ ചെറുതായിട്ടൊന്ന് തൂങ്ങുന്നുണ്ടോന്ന് സംശയം. തൂങ്ങാറിന് അവിടെ ഉറങ്ങാൻ തന്നെയല്ലേ? ആടുന്നുണ്ടോന്ന് സംശയം. ഉസ്താദുമാരും എണീക്കരുത്. നമ്മുടെ സദസ്സ് നിങ്ങൾ എണീറ്റുന്നാലോ? ഞാൻ ഏതായാലും നിൽക്കല്ലേ, ബുദ്ധിമുട്ടാവില്ല. ഒന്ന് ചാടണോ? സമരി ചാടിക്കലില്ലേ? ചാടുക ജമ്പ് വേണ്ട. ഒരു സലാത്ത് തന്നെ എല്ലാവരും ക്ഷീണം ഉറക്കൊക്കെ പോകും. തവസ്സൽനാ ബിബിസ്മില്ലാ വബിൽഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും ആമീൻ പറയും. എന്തൊക്കെ നിയ്യത്തോടെയാണോ ആ ബക്കറ്റിൽ നിങ്ങൾ സദഖ ചെയ്യുന്നത്, അല്ലാഹു ആ സദഖകളെ കബൂലാക്കുമാറാവട്ടെ. അല്ലാഹു ആ സദഖകളുടെ നിയ്യത്തുകൾ അല്ലാഹു പൂർത്തിയാക്കുമാറാവട്ടെ. അത് ഉപയോഗിച്ച് ഈ ഇൽമിന്റെ, ഈ ദീനിന്റെ പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോ എല്ലാ റഹ്മത്തും ബറക്കത്തും അല്ലാഹു അവർക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ദുആ ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മളെ ചെറുതാണ്. അല്ലാ ബക്കറ്റ് മനസ്സിലായില്ല. ഓക്കെ. അത് ചെയ്യാം. സമയം എത്ര മണിക്ക്? 11:40 11:40 ഇൻഷാ അല്ലാഹ്. അപ്പോ നല്ലവനല്ലെങ്കിൽ നമ്മൾ ആലോചിക്കരുത് അമേരിക്കയിലുള്ള ആളാവും, അത് ബ്രിട്ടനിലുള്ള ആളാവും ആലോചിക്കരുത്. നല്ലവനല്ലെങ്കിലോ അവന്റെ മരണാവസ്ഥ വളരെ മോശമായിരിക്കും. നഊദു ബില്ലാഹ്. സന്തോഷം ഉണ്ടാവില്ല, സമാധാനം ഉണ്ടാവില്ല. ദുനിയാവിൽ ഒരാളെ കുറിച്ചും നമ്മൾ അങ്ങനെ വിധിക്കുകയും അരുത്. നമ്മൾ അല്ലാഹുവോട് കാവല് തേടുക. പടച്ചോനെ നല്ല മരണം തരണേ, ഈമാനോടെയുള്ള മരണം തരണേ. റഹ്മാനായ റബ്ബിനോട് നമ്മൾ ഇങ്ങനെ ചോദിക്കുകയും ചെയ്യുക അല്ലേ? അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ഒരു മനുഷ്യന് ഈ ലോകത്ത് ജീവിച്ചു കഴിഞ്ഞാൽ എന്ത് സമ്പാദ്യമാണ് അവൻ അനുഭവിക്കാൻ കഴിയാന്നറിയോ? കോടികൾ അവൻ നാസ്തിയുണ്ടെങ്കിലും അവൻ അനുഭവിക്കാൻ കഴിയുന്നത് മാ അക്കല ഫഅഫ്നാ. എന്തൊരു പോയിന്റാണ് 14 നൂറ്റാണ്ട് പറയുന്നതെന്നറിയോ? അവൻ തിന്ന് നശിപ്പിച്ചത്. അവന് നല്ല ജോലിയുണ്ട്, 50,000 രൂപ ശമ്പളമുണ്ട്, 25,000 രൂപ അവൻ ഉപയോഗപ്പെടുത്തിയത് എന്തിനാണ്? തിന്നാൻ വേണ്ടിയിട്ടാണ്. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഹോട്ടലിൽ പോയി ചിക്കൻ പൊരിച്ചത്, കരിച്ചത്, ബോധം കെടുത്തിയത് എല്ലാം അവന് ഇങ്ങനെ അകത്താക്കി. അതവന് കിട്ടിക്കഴിഞ്ഞു, അതവന്റെ ശരീരത്തോട് ചേർത്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞാലോ
ഔ ലബിസ ഫഅബ്ലാ, ധരിച്ച് നുരുമ്പിപ്പോയത്. ഞാൻ അങ്ങനെ ചിന്തിക്കാറുണ്ടായിരുന്നു, എന്താണ് ഈ പറഞ്ഞത്? മനസ്സിലായോ? നമ്മൾ ഹദീസ് പഠിച്ചതല്ലേ? ഔ ലബിസ ഫഅബ്ലാ, ധരിച്ച് നുരുമ്പി അവന് കിട്ടി, നുരുമ്പിയിട്ടില്ലെങ്കിലോ? ആലുവയിൽ എനിക്ക് പരിചയമുള്ള ഒരു ഇലക്ട്രിസിറ്റി ബോർഡ് ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. ഒരിക്കൽ അയാൾ എന്റെ മുമ്പില് വലിയ 2 ഉറകൾ നിറയെ, വലിയ 2 ചാക്ക് പോലെയുള്ള വലിയ ഷോപ്പറുകൾ നിറയെ ഡ്രസ്സുകളുമായിട്ട് അയാൾ വന്നു. നോക്കിയപ്പോഴോ നല്ല ജീൻസ്, നല്ല പാന്റ്, ടീഷർട്ട്, അതുപോലെ നല്ല ഷർട്ട്സ് എല്ലാം ഉണ്ട്, ഒരുപാട്. അപ്പോഴാണ് അയാളുടെ കഥ പറഞ്ഞത്. ഉസ്താദേ, എന്റെ മോന് കഴിഞ്ഞ വർഷം മരിച്ചു. ഒറ്റ മോനെ ഉണ്ടായിരുന്നു, 17 വയസ്സായിരുന്നു. പെട്ടെന്ന് ഒരു അസുഖം ബാധിച്ചയാൾ മരിച്ചുപോയി. ഉസ്താദേ, എന്റെ ഭാര്യയ്ക്ക് ഈ വസ്ത്രം കാണുമ്പോ കരച്ചിലാണ്. അതുകൊണ്ട് ഞങ്ങൾ 2 പേരും തീരുമാനിച്ചു, ഈ വസ്ത്രം ഉസ്താദിനെ ഏൽപ്പിച്ചിട്ട് ഇത് പാകമുള്ള പാവപ്പെട്ട ഏതെങ്കിലും ആളുകൾക്ക് കൊടുക്കാൻ. നല്ല രസമുള്ള വസ്ത്രങ്ങൾ. അയ്യോ, ഉസ്താദിനെ മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാമായിരുന്നു എന്ന് ആരും വിചാരിക്കരുത്. അതൊക്കെ ഞാൻ കൊടുത്തു കഴിഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഔ ലബിസ ഫഅബ്ലാ, മുരുമ്പ്യാവന്. എന്റെ ഉമ്മമാരെ, ധരിച്ചിരിക്കുന്ന കണ്ടാഭരണങ്ങളുണ്ടല്ലോ, കാതിലുള്ള ആഭരണങ്ങളുണ്ടല്ലോ, അപ്രകാരം നിങ്ങളുടെ വസ്ത്രങ്ങളുണ്ടല്ലോ, സാരിയുണ്ടല്ലോ, പർദ്ദയുണ്ടല്ലോ. ഇന്ന് രാത്രി വാഴ് കഴിഞ്ഞ് നിങ്ങൾ പോയി അല്ലാഹുവിന്റെ വിധി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ ഒന്നും ബാക്കി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കല്ലേ. അല്ലേ? മരിച്ചു കഴിഞ്ഞാൽ പിന്നെണ്ടാകുന്ന പ്രശ്നം എന്താണെന്നറിയും? എത്ര കേസ് ബഹുമാനപ്പെട്ട ഉസ്താദുമാരോട് ചോദിച്ചാൽ നിങ്ങൾക്ക് അവർ പറഞ്ഞു തരും. മരിച്ചു കഴിഞ്ഞാൽ ആ ശേഷം ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമായിരിക്കും ഉമ്മാന്റെ കഴുത്തിലെയും കാതിലെയും ആഭരണം. ഉസ്താദുമാരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. എന്റെ അടുക്കൽ വരാറ്, പള്ളിയിൽ വരാറ്. അതാണ് മനുഷ്യന്മാരുടെ പ്രശ്നം. ധരിച്ച് അത് നുരുമ്പിപ്പോയാൽ അവന് കിട്ടി, അല്ലെങ്കിൽ അവന്റെ പിൻഗാമികൾക്കുള്ളതാണ്. എന്നിട്ട് റസൂലുള്ള പറയാണ്, ഔ അഅ്താ ഫഖ്തനാ, മറ്റൊന്ന് അല്ലാഹു അവന് കൊടുക്കുന്നതെന്നറിയോ? മരണാനന്തരം അവൻ അല്ലാഹുവിന് വേണ്ടി നൽകി പരലോകത്തേക്ക് വേണ്ടി സൂക്ഷിച്ചു വെച്ചത്. ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് അങ്ങനെ നൽകിയ ആളെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല. അല്ലാഹു ആ സഹോദരന് അങ്ങനെയുള്ള പ്രതിഫലം അല്ലാഹു തരട്ടെ. അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക്, കുടുംബാംഗങ്ങൾക്കൊക്കെ അല്ലാഹു ഈ ദാനത്തിന്റെ പ്രതിഫലം അവരുടെ പരലോക ജീവിതത്തിൽ നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വേറെ ഒന്നുമില്ല. കാരണം പോകുന്നത് എങ്ങോട്ടാ? കെട്ടുകൾ 3 കെട്ടി കട്ടിലിൽ നിന്നെയുമേറ്റി, ഒരു ദിനമുണ്ടൊരു യാത്ര, തീരെ മടക്കമില്ലാത്ത യാത്ര. 3 കഷ്ണം തുണി ചുറ്റി, മുറിയാതെ ദിക്ർ ചൊല്ലി, ഖബറിലേക്കുള്ളൊരു പോക്ക് മനസ്സിൽ നീ ഓർത്തൊന്ന് നോക്ക്. തൊട്ടിലിലാടിയ കുട്ടി പച്ച മണ്ണോട് ചേർന്നങ്ങൊട്ടി. ആലോചിച്ചു നോക്കൂ, നമ്മുടെ കൂടെ കളിച്ചവൻ, നമ്മുടെ കൂടെ ഉറങ്ങിയവർ ആലോചിച്ചു നോക്കുന്നുണ്ടോ? ഖബർ എന്ന വീട്ടിലേക്ക്, ഏകാന്തതയുടെ വീട്ടിലേക്ക്, ഇരുൾ മുറ്റിയ വീട്ടിലേക്ക്, പുഴുക്കളുടെ വീട്ടിലേക്ക്, വായു സഞ്ചാരമില്ലാത്ത വീട്ടിലേക്ക്, ഏകാന്തമായിരിക്കുന്ന ഖബർസ്ഥാനിലെ പള്ളിക്കാട്ടിലേക്ക്, അക്കാണും പള്ളിക്കാട്ടിൽ ഒരു നാളിൽ നമ്മൾ പോണ്ടേ. എന്നറിയില്ലേലും എന്തായാലും നമ്മൾ പോണ്ടേ. ഒരു സംശയവുമില്ലല്ലോ പ്രിയപ്പെട്ടവരെ. അല്ലാഹു ഈമാനോടെയുള്ള മരണം തരട്ടെ. നമ്മുടെ ഖബറുകളെയൊക്കെ അല്ലാഹു വിശാലമാക്കട്ടെ. നമ്മൾ കിടക്കാനുള്ള ഖബർ നമുക്ക് വേണ്ടി അല്ലാഹു തആല നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്.
എവിടെയാണോ നമ്മൾ ഖബറടക്കം ചെയ്യപ്പെടുന്നത് അവിടെയുള്ള മണ്ണിന്റെ ഭാഗം അല്ലാഹു നമ്മുടെ ശരീരത്തോട് ചേർത്തിട്ടുണ്ട്.